നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തന്റെ 2 ആൺകുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഷിറിയുടെ ഭയാനകമായ ചിത്രം ഹമാസ് പുറത്തുവിട്ടത് ലോകം മറന്നിട്ടില്ല. ലോകത്തിന് പരിചിതമാണ് ആ ചിത്രങ്ങളും വീഡിയോയും. ആ അമ്മയുടെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന കുഞ്ഞ് കഫീറിന്റെ ചിത്രം ലോകത്തിന്റെ നെഞ്ചുലച്ചു. ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അവൻ അറിയില്ലല്ലോ. ഇടയ്ക്ക് അവന്റെ പുഞ്ചിരിക്കുന്ന മുഖവും ലോകം കണ്ടു. എന്നാൽ ഇനി ആ പുഞ്ചിരിയില്ല, അത് മാഞ്ഞു. ആ കുഞ്ഞു ജൂതനെ കൊന്നൊടുക്കി ഹമാസ്. ഇസ്രയേലിന്റെ നെഞ്ചുലച്ച് ജൂതന്റെ കണ്ണീര് വീഴ്ത്തി ഹമാസ് വീണ്ടും തീക്കളിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇനി സമാധാനമില്ല, ചർച്ചയില്ല, വെടിനിർത്തലുമില്ല. ഗാസ ഛിന്ന ഭിന്നമാക്കുമെന്ന് ഇസ്രയേലിന്റെ വെല്ലുവിളി. ഹമാസ് ബന്ദിയാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു കഫീർ. 9 മാസമായിരുന്നു അപ്പോൾ അവന്റെ പ്രായം. ട്രംപ് ഭാവി ഗാസയുടെ ചിത്രം പുറത്തുവിട്ടതിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ ജൂത കുടിയേറ്റ നീക്കം ശക്തമാക്കി തുടങ്ങിയതിന് പിന്നാലെയാണ് ഹമാസ് ഇസ്രയേലിനെ പൊള്ളിക്കുന്ന ആ വിവരം പുറത്തുവിട്ടത്. കുഞ്ഞു കഫീറും അവന്റെ ജ്യേഷ്ഠൻ 4 വയസ്സുകാരൻ ഏരിയലും അവരുടെ അമ്മ ഷിരിയും കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന്. അവരുടെ അച്ഛനായ യാർദേനെ ഈയിടെയാണ് ഹമാസ് മോചിപ്പിച്ചത്. ബന്ദികളെ മോചിപ്പിക്കാൻ തുടങ്ങിയത് മുതൽ എല്ലാവരും ആകാംക്ഷയോടെ ചോദിക്കുന്ന പേരായിരുന്നു കഫീർ ബിബാസിന്റേത്. ഹമാസ് തട്ടിക്കൊണ്ടുപോയവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ബന്ദി. 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ഇസ്രയേലിൽ ഇവരുടെ വീട് ആക്രമിച്ച് ഈ കുട്ടികളെയും അവന്റെ മാതാപിതാക്കളെയും തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു. ഇവരുടെ കുടുംബത്തെ തട്ടിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ കഫീറും സഹോദരനും അമ്മയും കൊല്ലപ്പെട്ടതായി 2023 തന്നെ ഹമാസ് ഭീകരർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി തങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ് കുടുംബം അന്ന് വ്യക്തമാക്കിയത്. പിന്നീട് ഇവർ ജീവനോടെ ഉണ്ടെന്ന് ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രയേൽ തന്നെയാണ് തങ്ങളുടെ പൗരന്മാരെ ബോംബിട്ട് കൊലപ്പെടുത്തിയതെന്ന് ഹമാസ് വാർത്ത പ്രചരിപ്പിച്ചിരുന്നു. ഹമാസ് ഭീകരരെ വേട്ടയാടുന്നതിന് ഗാസ ചുട്ട് ചാമ്പലാക്കിയിരുന്നല്ലോ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഹമാസ് ഇറക്കിയ തന്ത്രമായിരുന്നു ഇസ്രയേൽ ബോംബിട്ട് കൊല്ലുന്നവരുടെ കൂട്ടത്തിൽ ബന്ദികളും ഉണ്ടെന്ന്. എന്നാൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുകയായിരുന്നു ചെയ്തത്. ഒടുവിൽ ബന്ദികളെ വെച്ച് വിലപേശുന്ന കാർഡ് ഹമാസ് ഇറക്കി. അന്നാണ് കഫീർ ജീവനോടെയുണ്ടെന്ന് ഹമാസ് പ്രഖ്യാപിച്ചത്. ഹമാസ് പുറത്തുവിട്ട മോചിപ്പിക്കുന്നവരുടെ പട്ടികയിൽ ഇവരുടെ പേരും ചിത്രങ്ങളും ഉണ്ടായിരുന്നു. അതോടെ ലോകത്തിനൊരു ആശ്വാസമായിരുന്നു, കുഞ്ഞു കഫീർ ജീവനോടെ ഉണ്ടല്ലോ എന്ന്. ആ കുഞ്ഞു ജൂതൻ ജീവനോടെ ഉണ്ടെന്ന ആശ്വാസത്തിലായിരുന്നു നെതന്യാഹു ഭരണകൂടവും. എന്നാൽ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. നെതന്യാഹുവിന് നേരെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ രാജ്യത്തുയരുകയാണ്. ഇസ്രയേൽ സർക്കാരും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും നടത്തിയിട്ടില്ല. ഷിരിയുടെയും മക്കളുടെയും കാര്യത്തിൽ അതീവ ഉത്കണ്ഠാകുലരാണെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ ഹമാസ് ഭീകരതയുടെ പ്രതീകമായി ഷിരിയും മക്കളും മാറുകയാണ്. ഹമാസ് നേതാവ് ഖലീൽ അൽ ഖയ്യയാണ് ഷിരിയും കുട്ടികളും കൊല്ലപ്പെട്ടതായും ഇവരുടെ മൃതദേഹങ്ങൾ വ്യാഴാഴ്ച കൈമാറുമെന്നും പ്രഖ്യാപിച്ചത്. 6 ഇസ്രയേൽ ബന്ദികളുടെ മോചനം ശനിയാഴ്ച നടക്കുമെന്നാണ് ഹമാസ് നേതൃത്വം അറിയിക്കുന്നത്. ഇതോടെ ആദ്യഘട്ട ബന്ദികളുടെ മോചനം പൂർത്തിയാക്കും. 100 കണക്കിന് പലസ്തീൻ തടവുകാരെയാണ് വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രയേൽ വിട്ടയക്കുന്നത്. 2ാം ഘട്ടം വെടിനിർത്തൽ സംബന്ധിച്ച് ഹമാസും ഇസ്രയേലും തമ്മിൽ ഇപ്പോൾ ധാരണയായിട്ടില്ല. ഇനി ഇസ്രയേൽ അതിന് തയ്യാറാകുമോ എന്ന ആശങ്കയുണ്ട്. കാരണം കഫീറിന്റെ ജീവൻ എടുത്തത് ഒരു കാലത്തും ഇസ്രയേൽ പൊറുക്കില്ല. കഫീറിനെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അവൻ 9 മാസമായിരുന്നു. കഴിഞ്ഞ വർഷം ജനുവരി 18 കഫീറില്ലാതെ അവന്റെ ജന്മദിനം കുടുംബം നടത്തിയിരുന്നു. അവന്റെ കുടുംബം അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ദുഃഖകരമായ ജന്മദിനം എന്ന് ഇത് അടയാളപ്പെടുത്തുന്നു എന്നാണ്. കാരണം ചുവന്ന തലയുള്ള കഫീർ ബിബാസിന് 1 വയസ്സ് തികയുന്നു. എന്നാൽ അവൻ ഞങ്ങളോടൊപ്പമില്ല, ബന്ദിയാക്കപ്പെട്ടിരിക്കുന്നു.